സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ചു. പോലീസ് അകമ്പടിയോടെ ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പ് യാത്ര. ചരിത്രത്തിൽ ആദ്യമായാണ് ഘോഷയാത്രയായി കലോത്സവ നഗരി വരെ സ്വർണ്ണക്കപ്പ് എത്തിക്കുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട് നിന്നും ആരംഭിച്ചു. രാവിലെ 8 മണിക്ക് കോഴിക്കോട് മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മേയർ ബീന ഫിലിപ്പിൽ നിന്നും വിദ്യാഭ്യാസ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ വർഷം 4 മുതൽ 5 വരെ ലക്ഷം ഫുട് പ്രിന്റ്സ് ആണ് നമ്മുടെ വിക്രം മൈതാനത്ത് വെസ്റ്റേയിൽ വീണത്. അവിടെ നിന്ന് നമ്മൾ ഇന്നിത് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും അത് തിരിച്ചു കൊണ്ടുവരും. രാവിലെ ട്രഷറിയിൽ നിന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ സി മനോജ് കുമാറാണ് സ്വർണ്ണക്കപ്പ് വേദിയിലേക്ക് എത്തിച്ചത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, മേയർ ബീന ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗവാസ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായി പോലീസ് അകമ്പടിയോടെയാണ് ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ സ്വർണ്ണക്കപ്പ് എത്തിച്ചത്. രാമനാട്ടുകര ഗണപത് AUP സ്കൂൾ ഗ്രൗണ്ടിൽ മലപ്പുറം DD ഏറ്റുവാങ്ങിയ കപ്പ് തൊടുപുഴയിലേക്ക് യാത്രയായി. ഇന്ന് വൈകുന്നേരത്തോടെ തൊടുപുഴയിൽ എത്തിച്ചേരുന്ന സ്വർണ്ണക്കപ്പ് നാളെ രാവിലെ മുതൽ പ്രയാണം ആരംഭിക്കും. നാളെ വൈകുന്നേരത്തോടുകൂടി സ്വർണ്ണക്കപ്പ് കലോത്സവ നഗരിയിലെത്തും. ഈ വർഷം ഈ കപ്പ് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 8-ാം തീയതി കപ്പ് കലോത്സവം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൻ എത്തിയിരിക്കും. കൊല്ലത്ത് നടക്കുന്ന 62ാം കലോത്സവ വേദിയിലേക്ക് പോകുന്ന സ്വർണ്ണക്കപ്പ് ഏറെ ആഘോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്നും പുറപ്പെട്ടത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കൂട്ടാരയുടെയൊപ്പം PV ജോഷില.